ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മുടെ അരുണിൻ്റെ കല്യാണത്തിന് ശേഷം ഏകദേശം അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒന്നിച്ചൊരു പരിപാടിക്ക് പോവാണ്. സംഭവം ഞങ്ങളുടെ ബാലുവിൻ്റെ അവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ അതിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ട്, നമ്മുടെ അജീവനുണ്ട്, അക്ഷയുണ്ട്, വൈശാവുണ്ട്, ഗോപിയുണ്ട്, പിന്നെ എഴുതിച്ചേട്ടൻ വണ്ടി വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനോട്ട് വരും. അപ്പോൾ എന്തായാലും ട്രെയിനാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. അങ്ങനെ വായി നോക്കിയിരിക്കുകയാണ്. പ്രധാന വായി നോക്കിയാണ് ഈ സൈഡിലിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ വിളിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ നമ്മുടെ ബാലമുരളി വിളിച്ചിട്ടുണ്ട്. രാവിലെ ഭയങ്കര നാണമാണ് ചുക്കം. അപ്പൊ എന്തായാലും നമ്മള് ട്രെയിൻ കയറി അങ്ങോട്ട് പോവാണ്. ഞാൻ അവിടെ ചെന്നിട്ട് മൊത്തത്തിലൊന്ന് വിശദമായിട്ട് വീഡിയോ വിപുലീകരിച്ചെടുക്കണം. അങ്ങനെ പാട്ടൊക്കെ പ്ലേ ചെയ്ത് നൈസ് വൈബിലാണ് പോകുന്നത്. അവന്റെ ആ നോട്ടം കണ്ടോ, എന്തോ കാര്യമായിട്ടുള്ള വീക്ഷണമാണ്. ഗോപിയുടെ തീറ്റയാണ് തീറ്റ. തകർന്നു പോയി പാവം. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്ലോഗ് ചെയ്തപ്പോൾ എടുത്ത. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ അതൊരു രസമാണ്. കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഒരു രസമായിരുന്നു ഓർക്കാൻ വേണ്ടിയിട്ട്. എന്താ ആറ്റിറ്റ്യൂഡാണ് ഫ്രണ്ടിരിക്കുന്ന മൂന്നെണ്ണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിനിൽ കയറി പാട്ടൊക്കെ വെച്ച് സെറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ കഴിച്ച്. അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വടക്കാഞ്ചേരി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അഡീഷണൽ 2 കൂട്ടുകാരോട് വന്നിട്ടുണ്ട് കേട്ടോ ബാലുവിൻ്റെ. ഞങ്ങൾ ഏകദേശം ഇപ്പം ഒരു 8 പേരുണ്ട്. പിന്നെ 2 പേരോട് വരാനുണ്ട്, വിനീതേട്ടനും റിങ്കു വർക്ക് കഴിഞ്ഞിട്ട് പകുതി നമ്മൾ ഇറങ്ങത്തുള്ളൂ. ആഫ്റ്റർ എത്തിയിട്ടുണ്ടെന്നൊക്കെ മെസ്സേജ് വന്നു. സോ നമ്മൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. എന്തായാലും ആ രാജുവിൻ്റെ മുഖത്തെ ചിരി കണ്ടോ. അവൻ വരത്തില്ല എപ്പോഴും ഇങ്ങോട്ട്. രാജീവൻ ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നന്ദിയുണ്ടേ. അങ്ങനെ ചേട്ടാ നമ്മൾ യാത്ര തുടങ്ങി. അതെ, ചെറിയ ഒരു മെമ്മറി ആയിട്ട് തന്നെ എടുത്തിടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതായത് വലിയ വ്ലോഗ് എടുത്തത്. ഇവിടെ പേരെന്താ? നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഊടുവഴിയൊക്കെ കയറിയാണ് ബാലു നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലുമോൻ പുറകിൽ പേടവുമായി ബാലു. പഴയ വിൻറ്റേജ് ലുക്കുള്ള നൈസൊരു വീടാണ് കേട്ടോ ബാലുവിൻ്റെ. അപ്പം എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഓൾറെഡി എല്ലാം കയറിയിട്ടുണ്ട്. കുല്ലേട്ടൻ പിടിച്ചോളൂ, പിടിച്ചു. നിങ്ങളാണ് തലമൂത്ത ചേട്ടൻ. എല്ലാം വരത്തുണ്ട് ഞങ്ങളെ. അതെ, എന്താ ചെയ്യാനാ, എല്ലാവരും അതെ മൊത്തം അവിടാന്ന്. പൊന്നപ്പനെ ഞങ്ങൾ കണ്ടിരുന്ന വന്ന പൊന്നപ്പ വാ. ബാലുവിന്റെ വീരകഥകളൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. വിജയ് ഫാനാണ് തെളിയിച്ചിരിക്കുന്നു. കണ്ടോ എഴുതി വെച്ചേക്കുന്നുണ്ടോ? എടാ മോനെ പോലെ മോഹൻ കാണിച്ച്. ഇതാരും കാണത്തില്ല, നമ്മളെ കാണത്തുള്ളൂ. നാട്ടിലെ പൊന്നപ്പനാണ്. ബാലുവിൻ്റെ നേരെ വീണ്ടും ഓപ്പോസിറ്റുള്ള. പക്ഷേ ഈ ഒരു ചിമ്മിനിയുടെ സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിള്ളേരെല്ലാം ഫുൾ ഓണായി വൈബായിട്ടുണ്ട് ഇവിടുണ്ട്. അതുപോലെ തന്നെ നല്ല മഴയും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ആംബിയൻസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്.
കഥാനായകൻ ബാലു നമ്മള് കഥാനായകന്റെ വീട്ടിലാണുള്ളത്. ബാലു നമ്മുടെ പൊന്നപ്പൻ. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ആ പേര് മനസ്സിലായിട്ടോ. ചേലക്കര പൊന്നപ്പൻ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നൈസ് വൈബാണ്, നല്ല ആംബിയൻസ് ഉണ്ട്. ഒരു ഫോട്ടോ അപ്പൊ എന്തായാലും അടിപൊളി വൈബാണ്, നൈസ്. നമുക്ക് വേണ്ടിയിട്ട് വിഭവസമൃദ്ധമായ സദ്യ തന്നെ നമ്മുടെ ബാലു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ബാലു. കുല്ലേട്ടന് ഹെൽപ്പ് ചെയ്യാനുമുണ്ട്. പിന്നെ എല്ലാവരും നിരന്നിരുന്ന് നല്ല അടിപൊളിയായിട്ട് സദ്യ കഴിക്കണം കേട്ടോ. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞത് ചെയ്തല്ലേ കിട്ടത്തുള്ളൂ. നടക്കത്തില്ല, നീ എങ്ങനെ പറയില്ല രാവിലെ. ഉത്സവം കൂടാൻ വന്നിട്ട് നല്ല കിട്ടില്ല മഴയും കണ്ട് ഫുഡും കഴിച്ചിരിക്കുകയാണ്. എന്താ കഴിച്ചൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെ കഴിച്ചോണ്ടിരിക്കുന്നു. നല്ല മഴ വെച്ചാൽ നല്ല മഴ കേട്ടോ. ആഹാ, പക്ഷേ ഈ ലൊക്കേഷൻ അടിപൊളി കേട്ടോ. ഈ പഴയ ഗേറ്റ് നമ്മുടെ മീശമാതിനകത്തൊക്കെ കാണത്തില്ലേ, അതുപോലുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം, നല്ല സ്ഥലമാണ്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ പൂരത്തിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഷഫിൾ ചെയ്യുന്നുണ്ടല്ലേ, ചീട്ടുകളിയാണ്. എടാ എടാ വ്ലോഗാടാ, അത് പറ്റും. പോയില്ലല്ലോ, അതിന് മുമ്പല്ല കളി. മഴയാണ് തകർക്കുന്നത്. നീ എങ്ങനെയാലും കാണിച്ചാ മതി. നിനക്കറിയാന്നോടല്ലേ നടനെയോ കാണിക്കും. എന്താ പാറയടാ കാണിക്കാ. ഒന്ന് കാണിക്കാവോ? അവിടെ വിനീതേട്ടനും അതുപോലെ തന്നെ റിങ്ങും എത്തിയിട്ടുണ്ട്. സ്ഥലങ്ങളെ പറ 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 പറയടാ. പറയടാ, വീട് പറ്റും. എത്ര തവണ? 5 ആലോചിച്ചിട്ട് സമയം എടുക്കില്ല. അതുപോലെ കാണിക്കണം, ആർച്ച കാണിക്കണം. ഇതൊക്കെ രസമല്ല, കാണിക്കണം. ആർച്ച എന്താ ഇതൊക്കെ രസമല്ല. ആദർശ് എന്താണ് ആദർശ്? ആദർശ് ഇതിനോട് പറ്റും. കുല്ലോട്ട് ഫയർ മാറി കേട്ടോ. രണ്ട് വാക്ക് രണ്ടുപേര്. മുത്ത് കല്ല് എറിഞ്ഞു. എന്തോ കാണിച്ചേ? മാണിക്കല്ല്. അത് പറഞ്ഞത്. ഓ നോ. വിഷയ എടാ 5 വാ. അടുത്ത കൊടുറാ വിരിച്ചേട്ടാ. നിങ്ങളാടുത്ത വാ. കൊച്ചിനെ കരയിച്ച് കഷ്ടമുണ്ട്. ഇതിൽ എന്ത് മനസ്സ് കാണുന്ന ആളുകൾ കിട്ടി.
ബാക്കിയുടെ പോരട്ടെ ബാക്കി പരിപാടി ഇപ്പോ കൊച്ചിനെ എല്ലാരും ഓടാണ്. അടിപൊളി പരിപാടിയാണ് കേട്ടോ. എല്ലാരും നല്ല പൊളി മൂഡിലാണ്. അടിപൊളി പരിപാടി കേട്ടോ. വന്നില്ല എനിക്ക് മിസ്സാണ്. പോലെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം കേട്ടോ. ഗൈസ്, നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ശരിക്കുമുള്ള അമ്പലം കേട്ടോ. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓൾമോസ്റ്റ് ഇത്രയും പേരിൽ വേല കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ വേല കാണാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്നും ഇടുന്ന വീഡിയോ അല്ല. ജസ്റ്റ് ഒരു മെമ്മറബിൾ മൊമെന്റ്സിനായിട്ട് മാത്രം ഇടുന്ന ഒരു സാധനം മാത്രമാണിത്. അത്രയും മാത്രം കണ്ടാൽ മതി. ഓക്കെ, നടക്കട്ടെ. നല്ല ചള്ളയുണ്ട് കേട്ടോ. ഒഴുക്കത്തൊരു മഴ പെയ്തു കണ്ട. നല്ല ചള്ള തെന്നി വീണ് കഴിഞ്ഞാൽ നാണം കിടും. ഭയങ്കര ആളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര ആളാണ്. സോ എന്തായാലും നമുക്ക് അവിടെ നടന്ന് കുറച്ച് വേലയൊക്കെ കാണാം. കണ്ടോ വാലവാല വരുന്ന കണ്ട. കണ്ടോ വാലവാല ട്രെയിൻ അടിച്ച് വരുന്നുണ്ടോ. എല്ലാം നമ്മുടെ പിള്ളേർ തന്നെയാണ്. എടാ വീടല്ലടാ, വീടല്ലടാ. ഇതൊക്കെ ഒരു സന്തോഷമാണ് ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ കൺവെൻഷനില്ലേ ആ ഒരു സ്കീമിലുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷെ കൺവെൻഷനായിട്ട് വ്യത്യസ്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വേലകൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞത് കുതിര, കാള, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കുറേ കോലങ്ങൾ. അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ കാണാനുള്ളത്. ശരിക്കും ഫസ്റ്റ് ടൈമാണ് ഞാൻ വേല കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൊക്കേഷനിലോട്ടൊക്കെ വരുന്നത്. ബാലുവാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. കാരണം പിന്നെയാണ് ഇവിടുത്തെ ലോക്കൽ നമ്മുടെ ഏറ്റവും നല്ല കൂടെ നിൽക്കുന്ന ചങ്ക്. സോ കുറേ നാളിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ വേലയ്ക്കൊക്കെ ഇറങ്ങുന്നത്. നമ്മളോട് തന്നെ റിങ്കു ആത്മാർത്ഥമുള്ള പയ്യനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഹാഫ് ഡേ എടുത്ത് മെമൂന് ടിക്കറ്റ് എടുക്കാതെ കയറി വന്നവനാണ്. അപ്പോൾ അവനെ നമ്മൾ സ്മരിക്കണം. 3 ടിക്കറ്റിലടാ മെമൂന് ടിക്കറ്റ് എടുക്കാൻ വന്നത്. അപ്പോൾ എന്തായാലും അത്രയ്ക്ക് ആത്മാർത്ഥതയോടെ ഒരു നൈസ് വൈബിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ശരിക്കും കൺവെൻഷൻ അതേ ഒരു ഫീലാണ്. പക്ഷേ വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ട് ശിങ്കാരി വേണം, പഞ്ചാരി വേണം, അങ്ങനെ മേളമുണ്ട്. അതാണ് ശരിക്കും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത്. സോ നമ്മൾ എല്ലാവരും നല്ല അടിപൊളി വൈബിലാണ്. സൂപ്പർ ഫീലാണ്. കൂട്ടുകാരോട് പോകുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണ്. ഗായ്സ്, ഇത് നടക്കുന്ന മൊത്തം ഒരു വയലിലാണ് കണ്ടോ. കൊയ്ത്ത് കഴിഞ്ഞ വയലിലാണ് ഇത് നടക്കുന്നത്. വയൽ നിറച്ച് കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകണം. കാരണം എറണാകുളത്ത് തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആളുകളുണ്ട്. നല്ല രസമായുള്ള ഒരു നല്ല ആംബിയൻസ് ആണ് കേട്ടോ. വേറൊരു ക്യാമറമാനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഏത് വൈബ്, പൊളി വൈബ്. എൻ്റെ വായ തുറന്നൊക്കെ ഉള്ള വീഡിയോ ആണ്. എൻ്റെ വായ തുറന്നൊക്കെ വീഡിയോ എടുക്കുന്നത്. ഏത് മൂഡ്, പൊളി മൂഡ്. അത്ര തന്നെ. ശരിക്കും പറഞ്ഞാൽ നൈസ് ആംബിയൻസ് ആണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കാണുന്നത് ഇവിടെ. ഇല്ലടാ, തൃശ്ശൂർ പൂരത്തിന് വരണം. ഇത് കണ്ടതല്ല, ഇത് വയലായിരുന്നു. അത് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം പോയിട്ടില്ലല്ലേ. തൃശ്ശൂരിൽ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരത്തിന് പോകാനാണ് കഴിച്ചത്. നമ്മൾ പോയിട്ടിരിക്കുകയാണ്. നല്ല വയലാണ് കേട്ടോ. കൊയ്ത്ത് കഴിഞ്ഞ വയലാണ്. ഇതാടാ കൈതാടാ. ഇല്ലടാ, ഞാൻ വീഴത്തില്ലടാ. നമ്മൾ വീഴാൻ നമ്മൾ സേഫ് ആയിട്ട് വേണം എത്താൻ. തെറ്റോട് തെന്നിയൊക്കെ പോണ്. ഈശ്വരാ, തെന്നി പോയില്ല കണ്ടറിയാം. അതാണ് വീട്. വൈശാഖിന്റെ തന്ത്രപരമായ വാരം. 10 പേരുള്ളൂ കഴിച്ച്. നമുക്ക് തിരിച്ചു പോവാം. അടക്കാം. നമ്മുടെ ഒരു ടീം തന്നെ ഉണ്ട് കേട്ടോ. കയ്യിലൊക്കെ കൊടുത്ത് പക്ക ഒരു ലോക്കൽ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. എല്ലാവരും നൈസ് വൈബ് തന്നെയാണ്. അടിപൊളിയാണ്, കൊള്ളാം. ബാക്കി നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ പോട്ടെ. തെന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും തെന്നുന്നുണ്ട്. കാരണം നല്ലൊരു മഴ പെയ്തു. അതുകൊണ്ട് തന്നെ വീണ് കഴിഞ്ഞാൽ നാണം കിട്ടും. അതാണ് പച്ചയായ സത്യം. ഗൈസ്, ഇതാണ് ഒരു പാടം ഫുള്ളുണ്ട്.
ഏക്കർ കണക്കിന് നടക്കുന്ന പാടത്തിൻ്റെ ഒരു കോണിലാണ് നമ്മൾ നിൽക്കുന്നത്. നടുക്ക് നിൽക്കുന്നുണ്ടോ, അതാണ് ഇവിടുത്തെ വേല നടക്കുന്ന അമ്പലം. അത് ശരിക്കും ഞാൻ കാണിക്കാൻ നോക്കട്ടെ. ജസ്റ്റ് 1 സെക്കൻഡ് ബ്രൈറ്റ്നസ് കുറച്ച് നോക്കുമ്പോൾ കണ്ടോ, അത്രയ്ക്ക് ഇത്രയും നമ്മുടെ കൺവെൻഷൻ ഉള്ളതുപോലെ തന്നെ കളകൾ നിരന്ന് കിടക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഫുൾ ആംബിയൻസിൽ ഫുൾ വൈബിലാണ്. ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരോട് നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും ഓപ്പണായിട്ട് നിൽക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളോടെ പോയി എന്ത് ചെയ്താലും നമ്മുടെ ലിമിറ്റേഷൻ നമ്മളെപ്പോലെ തന്നെ കൺട്രോളുകൾ വിട്ടു പോകാത്ത നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നമ്മുടെ അതേ മൈൻഡിലുള്ള ആളുകളോടെ ആണെങ്കിൽ നൈസായിരിക്കും, പൊളി വൈബായിരിക്കും. സോ ഞങ്ങൾ ഇത്ര ഒരു 10-12 പേരുണ്ട്. ഇതെല്ലാം എറണാകുളത്ത് എൻ്റെ സുഹൃത്തുക്കളാണ്. എല്ലാവരും ഞങ്ങൾ ഒരേ ഫ്ലാറ്റിനകത്ത് താമസിക്കുന്നവരാണ്. ഞാൻ ഇടയ്ക്ക് വന്നു പോകുന്നേ ഉള്ളൂ. മീൻസ് കോയമ്പത്തൂർക്കാണെങ്കിൽ ഇടയ്ക്ക് ലീവിന് വരുമ്പോൾ അവിടെ റൂമിലാണ് വരുന്നത്, സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. സോ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ല, ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ എന്ത് പറയുക, വിചാരിച്ചതിന് അപ്പുറമാണ്. അപ്പോൾ എന്തായാലും ബാലു നമ്മുടെ വേറെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരിക്കും നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിലാണ് പഞ്ചാരി മേള നടക്കുന്നത്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പിള്ളേരെല്ലാം വരുന്നുണ്ട്. പോടാ, പഞ്ചാരി മേളത്തിന് അവിടെ അടിപൊളി വൈബിലാണ് കേട്ടോ. അവിടെ നമ്മുടെ ഗൈഡായ ബാലു പറഞ്ഞത് ഇവിടെ നിൽക്കണമെന്നാണ്. സോ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് എൻട്രി. കൊള്ളാം. ചേലക്കര, ഇതാണ് സ്ഥലം. ചേലക്കര ദേശം ആശംസകളോടെ. നമ്മുടെ ബാലു വന്നിട്ടുണ്ട്, ഗൈഡായ ബാലു. അവൻ്റെ വഴിയാണ് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വൈബ്, ഉത്സവം വൈബ്, ഒരു രക്ഷ പൊള്ളി വൈബ് ഇഷ്ടമാണ് കേട്ടോ. കാത്തിരുന്ന വെടിക്കെട്ട് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. വിചാരിച്ചങ്ങോട്ട് അടിപൊളിയാണ് കേട്ടോ. മൊത്തം വെടിയും പോകയാണ് ഗൈസ്. വെടിക്കെട്ട് കാണാൻ വരുന്ന മിസ്സായനെ. മൊത്തം ഒരു പുകമയമാണ് അവിടെ കേട്ടോ. മിസ്സായിരുന്നു കേട്ടോ, ജസ്റ്റ് മിസ്സാണ്. റിങ്കു ആഗ്രഹം കൊണ്ട് ഓടിക്കേറിയാണ്. ചള്ളക്കുഴി വീടായിരുന്നു അതായിരുന്നു. പെട്ടെന്ന് തന്നെ പോണം അവിടേക്ക്. റിങ്കുമാർ റഷ്യയിലോട്ട് ഓടും. എടാ വാ റിങ്കുവേ, നമ്മൾ ചെല്ലുമ്പോഴെത്തിട്ടോ മൊത്തം പുകമയമായി. എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് അവിടേക്കാണ്. ചാടി ഇറങ്ങി, കൊള്ളാം കേട്ടോ. എല്ലാവരും കണ്ടു, മൊത്തം ആളുകളും വെയിറ്റ് ചെയ്യുന്ന ഫുള്ള് വെടിക്കേണ്ടി വേണ്ടിയിട്ടാണ്.
എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല, വല്ലതായിരുന്നു. വേറെ ലെവല് പരിപാടി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും പറയാം, ഞങ്ങള് ഇത്ര വിചാരിച്ചില്ല. പക്ഷെ മാരകം തന്നെ സംഭവം കൊള്ളാം. കാരണം നമ്മള് പത്തനംതിട്ട ശരിക്കും കണ്ടിട്ടില്ല. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. എന്തായാലും ബാലുവിനോട് നമ്മൾ താങ്ക്സ് ഉണ്ട്. ബാലുവാണ് നമ്മളിവിടെ എത്തിച്ചത്. വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. തീർന്നോടെ ഇത് മൊത്തം പോയാ കേട്ടോ. എന്റെ പൊന്നെ അടിപൊളി തന്നെ. ഓ ചെവുക്കല് പൊട്ടിയെന്ന് തോന്നുന്നു. ഭയങ്കര സൗണ്ട് കേട്ടോ. കാണാതെ പോയിരുന്ന ശരിക്കും മിസ്സായത്. എല്ലാരും ഭയങ്കര ഹാപ്പിയിലാണ്. വിചാരിച്ചതായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റി. എടാ വിചാരിച്ചതായിട്ട് അടിപൊളിയാണല്ലേ. കളറ് പരിപാടി കൊള്ളാം. മൊത്തം പുക മായമായി. ഓ ഗൈസ്, നമ്മുടെ ഏറ്റവും പുറയിലായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് അവിടെയാണ് മൊത്തവും ഇതിനുവേണ്ടുള്ള വെടിക്കെട്ടുള്ള വെടി മൊത്തം സ്വിച്ച് ചെയ്യുന്നത് അവിടെയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക അറിയില്ല. കാരണം രണ്ട് സൈഡിലായിട്ട് രണ്ട് ടീമിന്റെ സംബോധനത്തിന്റെ പൊട്ടാണ് കേൾക്കുന്നത്. സോ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ഗൈസ് അങ്ങനെ ഗൈസ് തിരികെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തു. ഈ വേല തുടങ്ങാൻ പോകും. അടിപൊളി വെടിക്കെട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേലക്കര വെടിക്കെട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ബ്ലോഗായിട്ടാണ് എടുത്തത്. കൊള്ളാം സാധനം. പടക്കെന്നാണ് പൊട്ടുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് കേൾക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഗൈസ് അങ്ങനെ വെടിയും പോയ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ബാലുവിൻ്റെ വീട്ടിലേക്ക് ചേക്കേറുകയാണ്. ഭയങ്കര ടയർഡാണ് എല്ലാവരും. അയ്യോ ആർക്കും വൈകിയ ഉള്ള തുള്ളൽ മൊത്തം തുള്ളി. മഴയും ഇവിടെ മഴയാണോ? മഴയല്ല, പടക്കത്തിന് സാധനമാണോ? ഞാൻ വെച്ചാൽ മഴയാണ്, പടക്കത്തിന് സാധനമാണ് വരുന്നത് വെളിയിലോട്ട്. ഞങ്ങൾ നേരെ തിരിച്ച് ബാലുവിൻ്റെ വീട്ടിലൊരു ഫുഡ് കഴിക്കാൻ കടന്നു പോകുന്നതാണ്. ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഓക്കെ, അവിടെ ചെന്നിട്ട് പറയാൻ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പറയാനുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അവസാനത്തെ കാണാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അത് പൊട്ടി അവിടെ എന്നുണ്ടോ. അങ്ങനെ പോകുന്നേ ഉള്ളൂ ഞങ്ങൾ. അതിൻ്റെ വെടിയും സൗണ്ടും പുകയാണ് അവിടെ കാണുന്നതും കേൾക്കുന്നു. എടാ വാടാ എന്താടാ നെഗറ്റീവ് അടിക്കല്ലേ. വാ, രാവിലത്തെ പരിപാടിയൊക്കെ അമ്പലത്തിൽ കണ്ടത്. കീ കൊടുക്കാതിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഗോപിയ. ഹലോ ഗൈസ്, ഞങ്ങൾ ബാലുവിന്റെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. ഈ മിസ്റ്റർ വിനീത